അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അർസാസ് വേൾഡ്. ഇന്ന് ഞാനൊരു വെറൈറ്റി സ്നാക്കാണ് കാണിക്കുന്നത്. ബാക്കി വന്ന ചപ്പാത്തിയും റൊട്ടിയും കൊണ്ടാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഇത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ ഈസിയുമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കിയാലോ. ഉണ്ടാക്കാനായി ഞാൻ ചപ്പാത്തിയും റൊട്ടിയും എടുത്തിട്ടുണ്ട്. ഓരോ റൊട്ടിയും എടുത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എനിക്ക് കുറച്ചുകൂടെ ഈസിയായി തോന്നിയിട്ടുള്ളത് ഈ രീതിയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. എല്ലാ റൊട്ടിയും എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എല്ലാ റൊട്ടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ പൊരിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ചൂടായ എണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ച റൊട്ടി കഷ്ണങ്ങളിട്ട് ബ്രൗൺ നിറമാവുമ്പോൾ വറുത്ത് കോരണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നമ്മൾക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാനും പറ്റുന്നതാണ്. ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെയൊക്കെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. റൊട്ടിയൊക്കെ വേസ്റ്റാക്കി കളയുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. കട്ട് ചെയ്ത് വെച്ച എല്ലാ റൊട്ടി കഷ്ണങ്ങളും ഇതുപോലെ പൊരിച്ചെടുക്കണം. എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ചാൽ ഒരുപാട് ദിവസം കേടാവാതിരിക്കും. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.